ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ടൈറ്റിൽ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ വഴികളുണ്ട്. നമുക്ക് ഫോണിലാണെങ്കിൽ സ്നാപ്സീഡൊക്കെ വഹിച്ചിട്ട് ഇങ്ങനെ വരച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പി സി ആണെങ്കിൽ നിങ്ങൾക്ക് അഡോബിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് പി സിനകത്ത് ഫോട്ടോഷോപ്പ് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സംഭവം എനാബിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഐഫോണിലൊക്കെ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്നതാണെങ്കിൽ ഒരു റിയലിസ്റ്റിക് ബ്ലർ ഉണ്ടല്ലോ, കാണുമ്പോൾ ഒരു ക്യാമറയിലൊക്കെ എടുത്തൊരു പോലെ ഒരു പോർട്രേറ്റ്, ആ ഒരു ബ്ലർ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അതെങ്ങനെയാണ് എന്താ സംഭവം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഐഫോൺ 7 Plus എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഐഫോണിൽ പോർട്രേറ്റ് മോഡിൽ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അത് ഐഫോണിൽ പോർട്രേറ്റ് മോഡാണ്. അപ്പോൾ അതും പിന്നെ ഞാൻ അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദൂരെ നിന്ന് 2x സൂം ചെയ്തിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. എന്നിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് ഇതും ആ ഒരു പോർട്രേറ്റ് മോഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ ഫോട്ടോ നമുക്കിപ്പോൾ ബ്ലർ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണണമെങ്കിൽ എന്താ പറയുക, ഒരു ഡെപ്ത് ഫീലൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്കിവിടെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ബ്ലർ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫിൽറ്റേഴ്സിനകത്ത് ന്യൂട്രൽ ഫിൽറ്റേഴ്സ്, ഈ ഒരു ഓപ്ഷനകത്താണ് ബ്ലർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഇങ്ങനെ ബ്ലർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ ഫിൽറ്റേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ക്രാക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് ഉണ്ടാവുക ന്യൂട്രൽ ഫിൽറ്റേഴ്സ്. ചിലപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോഷോപ്പ് വിത്ത് ന്യൂട്രൽ ഫിൽറ്റേഴ്സ് എന്ന് കാണാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താണെങ്കിൽ നിങ്ങൾ ഹെൽപ്പിനകത്ത് ഇവിടെ സൈൻ ഇൻ ചെയ്താൽ മതി. സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കളയുക. എന്നിട്ട് ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്ത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ ഫിൽറ്റേഴ്സ് ഓണായി വരുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഞാനൊരു ന്യൂട്രൽ ഫിൽറ്റേഴ്സ് ഇല്ലാത്തൊരു ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഞാനൊരു 2 വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. ചിലപ്പം കിട്ടും, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടു നോക്കുക. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ന്യൂട്രൽ ഫിൽറ്റേഴ്സിനകത്തുള്ള എല്ലാ കാര്യവും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നെറ്റ് ആവശ്യം ഇവിടെ വരും. ഇവിടെ ബീറ്റ വേർഷനിലാണ് ഡെപ്ത് ബ്ലർ എന്നൊരു സാധനം കാണാം. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിംഗ് ഓൺ ഡിവൈസ് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കണ്ടുപിടിച്ച് അത് സെലക്ട് ആവും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി തരും. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും, 1-2 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോക്കൽ ഡിസ്റ്റൻസ് കാണാം. അത് ഡിസേബിൾ ആയിട്ടാണുള്ളത്, കാരണം ഓൾറെഡി സബ്ജക്റ്റ് മേൽ ഫോക്കസ്ഡ് ആണ്. അത് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ടിക്ക് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇത് കൂട്ടുകയും കുറവൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ സബ്ജക്റ്റ് സെലക്ട് ആകുന്നതിന് പകരം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ബ്ലർ ആവും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഫോക്കസ് ആവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതേ ഇപ്പോൾ ടിക്കി തന്നെ വെച്ചിട്ടാണ് ഉള്ളത്. അതിനുശേഷം ഫോക്കൽ റേഞ്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ബ്ലർഡ് ആണുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഫോക്കസ് ആക്കണമെങ്കിൽ ഇത് റേഞ്ച് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ അരിയത്തരുതുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ ആരെയൊക്കെ ബ്ലർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ലേശം കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഈ ബ്ലർ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബ്ലറിൻ്റെ സ്ട്രെങ്ത് എത്ര കൂട്ടണം, നല്ല അടിപൊളിയായിട്ട് ബ്ലറിൽ വരണമോ, അതൊക്കെ ഉള്ളതാണ്. പിന്നെ ഹെയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു വൈറ്റണാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് എക്സ്പോഷറൊക്കെ കൂട്ടുന്ന സംഭവമാണ്. പിന്നെ ടെമ്പറേച്ചർ, ടിൻറ്റും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗ്രെയിനാണുള്ളത്. ഗ്രെയിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഇങ്ങനെയാണ് ബ്ലർ ചെയ്താൽ ഉണ്ടാവുക. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ബ്ലർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനും കുറവുകളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരു കട്ട് ഔട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അതായത് സബ്ജക്റ്റ് എടുത്ത് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറാക്കി എടുത്തു എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ ആരും സൂം ചെയ്തൊന്നും നോക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊരു ഫോട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെയായിട്ട് ഇത്രയും ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇതിന് താഴെ ഗ്രെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് സൂം ചെയ്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിനകത്ത് കുറച്ച് ലോ ലൈറ്റിങ്ങിൽ, അതായത് ഇരുടൊക്കെയുള്ള സമയത്ത് എടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഗ്രെയിൻസ് ഉണ്ടാവും. കുത്ത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വീഡിയോയിൽ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും ഫോട്ടോയിലൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഗ്രെയിൻസ് വരുന്ന സാധനം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് മാത്രം, അതായത് എൻ്റെ സബ്ജക്റ്റുള്ള, അതായത് എൻ്റെ ശരീരം മാത്രം ഗ്രെയിനും ഉണ്ടാവും. അതിന് പുറമെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് കൊണ്ട് തന്നെ അത് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത പോലെ ഒരു ഫീൽ തോന്നും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഫീൽ ചെയ്യാൻ അതിനകത്തും ഗ്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനകത്തും എനിക്ക് ഇതിൽ ലേശം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഒരു 28-25 ഒക്കെ ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് കണ്ടില്ല ചെറിയൊരു നോയ്സ് കാണാം. കണ്ടില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും ഇതും ഒരു അത്യാവശ്യം ഒരേപോലെ തോന്നും, ഒരു എഡിറ്റ് ചെയ്തെല്ലാം തോന്നും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ടൂളുകളാണ് ഉള്ളത് ഇതിനകത്ത്. ഇനി ഔട്ട്പുട്ട് ഡെപ്ത് മാപ്പിൽ നിന്നുണ്ട്. ഇത് നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ് കിട്ടും. ഇത് നിങ്ങൾ വേറെ ലെയറിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെപ്ത് മാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മാനുവലി ബ്ലർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അതിനുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഓഫാക്കി വെച്ചിട്ട് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ലെയർ, അതായത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കറണ്ട് ലൈനിൽ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഐഫോണിനകത്ത് പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോയും പിന്നെ ഈ ഒരു നോർമൽ ഫോട്ടോനെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്ത് കാണിച്ചത്. ഇതെന്ന് പറയുന്നത് ഐഫോൺ പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോ ആണ്, കണ്ടില്ല? ഇതാണ് ഫോട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മളെ നേരത്തെ എടുത്ത ആ ഒരു ഫോട്ടോനെ, അതായത് നോർമൽ മോഡിൽ എടുത്ത ബ്ലറൊന്നും ഇല്ലാത്ത ഫോട്ടോനെ ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് ന്യൂട്രൽ ഫിൽറ്റേഴ്സിന് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത ഫോട്ടോയാണ് ഇത്. അപ്പോൾ ഇത് ഐഫോൺ പോർട്രേറ്റ് മോഡ്, ഇത് ഫോട്ടോഷോപ്പ് ബ്ലർ ചെയ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലും വലിയ വ്യത്യാസം കാണാം. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ലൈറ്റ് കൂട്ടോ കാര്യമൊന്നും ചെയ്തില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റ് സെലക്റ്റായി ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും ഒരേ ലൈറ്റിംഗ് കണ്ടീഷൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു സംഭവം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തൊക്കെ ഫീൽ തോന്നും, കുറച്ച് കളേഴ്സൊക്കെ കുറവാണ്. പക്ഷേ ഇത് അവർ തന്നെ ഓട്ടോമാറ്റിക് ചെയ്ത്, ഞാനൊന്നും എഡിറ്റൊന്നും ചെയ്തില്ല, വെറുതെ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ സേവ് ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അത്യാവശ്യം നല്ല ബ്ലറുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്ലർ കുറവാണ്. ഇത് വല്ലാണ്ട് ബ്ലർ കൂടി ഒരു എഡിറ്റ് ചെയ്ത ഫീൽ ഉണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. അതിൽ എന്നോട് ഞാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചെയ്യുന്നതാണ്, അതായത് മാനുവലി ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ പല എന്താ പറയുക പ്രശ്നങ്ങളും ഉണ്ടാവും. ബീറ്റാ വേർഷനും കൂടിയാണ്. സോ ചിലപ്പോൾ ഫോക്കസ്ഡ് അല്ലായിരിക്കും. ഈ ഫോട്ടോ ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സാമ്പിൾ ഫോട്ടോസും ഞാൻ ബ്ലർ ചെയ്ത് കാണിച്ചിട്ട് അവസാനം ഔട്ടർ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.